എനിക്ക് മറ്റേതാ വേണ്ടി. ഏത് അതാ വേണ്ടത്? അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ കായ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ നോമ്പും കഴിഞ്ഞു അല്ലേ. ഇനി ഇതാ നാലാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് ഞാൻ മൂന്നാമത്തെ നോമ്പിൻ്റെ വ്ളോഗ് ഇടാറുള്ളത്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇടാറുള്ളത്. ഏറെക്കുറെ എല്ലാവർക്കും അത് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്ക വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ അറിഞ്ഞേയില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. 3 മണിയൊക്കെ 2:30 ആ ടൈമിലാണ് ആള് എത്തിയിരിക്കുന്നത്. ഭയങ്കര ഉറക്കമായ കാരണം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉമ്മയാണ് വാതിലൊക്കെ തുറന്നു കൊടുത്തത്. അങ്ങനെ ഇക്കാൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞാനൊന്ന് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങാം. മൂപ്പരുടെ ഫസ്റ്റ് നോമ്പ് തുറയാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് പുറത്ത് തന്നെയായിരുന്നു കേട്ടോ, നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതാ വേഗം ഒക്കെ നടിച്ച് തുടച്ചൊക്കെ എടുക്കുകയാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണിക്കാൻ. 8:45 ആയി. വര അങ്ങനെ സമയം വൈകുന്ന പോലെ. രാവിലെ ഉണ്ടല്ലോ എത്ര ഉറങ്ങിയാലും മതിയാവാത്തൊരവസ്ഥ. അതായത് അത്താഴം കഴിഞ്ഞ് കിടന്ന ശേഷം കേട്ടോ. കിടന്നിട്ട് ഉറക്കം കിട്ടാൻ തന്നെ 7 മണിയാവും കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണമല്ലേ, ബാത്റൂമിൽ കിടക്കിടക്ക് എണീച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ കായ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ചുണ്ടങ്ങ അങ്ങനെ എന്തോ ആണോ അതിന്റെ പേര് കേട്ടോ. അതുകൊണ്ട് കറി വെക്കൂത്രേ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇവിടെ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തക്കാളി എന്നൊക്കെ പറയാം. എന്തോ ഒരു തക്കാളി, കാട്ടു തക്കാളിയാ ആണോ എനിക്കറിയില്ല. മൊത്തത്തിൽ കിളി പോയി. നോമ്പ് വെച്ചിട്ട് ജിനിക്ക് വട്ടായോ എന്ന് വരെ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വട്ടാകാൻ മാത്രമൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ തല തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇന്നിങ്ങനെ വെട്ടിക്കൂട്ടണ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മള് മുഹബത്തിന്റെ സർബത്ത് ഉണ്ടാക്കാൻ പോവാണെന്നുള്ളത്. നമ്മുടെ മുഹബത്ത് കാ സർബത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ സംഭവം ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുനുകുനാന്നരിഞ്ഞ പത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഏറെക്കുറെ ഞാൻ എടുത്ത് കളയിട്ടോ. ഇനി കയ്യിൽ എണ്ണാവുന്ന 1-2 കുരുവൊക്കെ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതാ ഒരു വലിയ സ്പൂണിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ല. കസ്കസ് വേണ്ടവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റൂഹബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്കൂപ്പ് ചിക്കു ഐസ്ക്രീമാണ് കയ്യിലുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുത്തു. ബദാമും കാഷ്യും ധാരാളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് എടുത്തതാണ്. പിന്നെ വീണ്ടും റൂഹബ്സ് കുറച്ചുകൂടെ മേലെ ഇച്ചിരി മൊഞ്ച് വരാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തതാട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. ഒന്ന് കുത്തി ഉടച്ചിട്ട് ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്ത ശേഷം നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ കംപ്ലീറ്റ് അടച്ച് ഫ്രിഡ്ജിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു സാധനമാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഒരു 10 പിസ്ത മതി കേട്ടോ. ഇത്രയും കൊട്ടിയെടുത്തെങ്കിലും പകുതി ഞാൻ അതിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഒരു 10 എടുത്ത ശേഷം. അപ്പോൾ സംഗതി സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. 10 പിസ്ത, 10 ബദാം, 10 കാഷ്യൂ, 1 കപ്പ് നല്ല ചൂടുള്ള പാല്. ഇതങ്ങ് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു 2 വലിയുള്ളിയും അതുപോലെ 2 പച്ചമുളകും. പക്ഷെ പച്ചമുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ, ഒരു കുറെ എടുക്കുക, എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. ഇതാ വലിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ 1.5 വലിയുള്ളി എടുത്തിട്ടുള്ളൂ. അരിഞ്ഞെടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നി. ഇത്രയും ക്രീമി ടെക്സ്ചറിലുള്ള ഒരു കറിയാണ് ഇത്. ഹൈദരാബാദി ചിക്കൻ മറാഗ് പേര് മറന്നു കേട്ടോ. മറാഗ് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ മറാഗ് എന്നാട്ടോ പേര്. ഞാൻ ഒരു ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. പൊതുവേ എനിക്ക് ആ ഒരു ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എണ്ണ ചേർത്ത് അരയ്ക്കുമ്പോഴുള്ള ഗുണമാണ് കേട്ടോ അത്. കളർ മാറത്തേ ഇല്ല. പിന്നെ ഒരു വലിയ സ്പൂണിൽ
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡ്രൈ നട്ട്സ് ഒക്കെ ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഒരു പകുതി പാലൊഴിച്ചിട്ട് ആദ്യം അരച്ചെടുത്തു, പിന്നെ കംപ്ലീറ്റ് പാലൊഴിച്ചിട്ട് വീണ്ടും അരച്ചു. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ഒരു കപ്പ് അധികം പുളി ഇല്ലാത്ത തൈരും മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതും ചേർത്തി. പിന്നെ പുതിനയും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തതാട്ടോ ചേർത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ചിക്കനും എല്ലാം ഒന്ന് സെറ്റായപ്പോൾ നമ്മളിവിടെ നേരത്തെ അരച്ച് വെച്ച ആ സംഭവമല്ലേ ഇതങ്ങ് തട്ടി കൊടുക്കുക. 1 ലിറ്റർ 1/4 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇത് ഭയങ്കര എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത് അത്രയും ഹെവിയാണ് ഈ ഒരു കറി. പാർട്ടിക്കൊക്കെ ശരിക്കും വിളമ്പാൻ പറ്റുന്ന ഒരു റിച്ച് കറി തന്നെ പറയാം കേട്ടോ. ഇതിലുള്ള ഐറ്റംസ് ഒക്കെ റിച്ച് ആയതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് പെപ്പർ പൊടിയും ഗരം മസാലയും ചേർത്തി കൊടുക്കാം കേട്ടോ. ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഈ ഒരു കറി ഉള്ളത്. യെല്ലോ ഗ്രീൻ ആയിട്ട് മിക്സ് ചെയ്തൊരു കളറായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ മല്ലിയിലയൊക്കെ ചോപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ ഫ്രഷ് മല്ലിയില ഇല്ല, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് ലാസ്റ്റ് ആകുമ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ തൂവി കൊടുക്കാം, ഇല്ലെങ്കിൽ വിടാട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എണ്ണയിൽ തന്നെ ഉണ്ടായിരിക്കോ. അപ്പൊ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈം ജ്യൂസ് ഒന്ന് കലക്കിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തും കിട്ടുമല്ലോ. അപ്പൊ ഇതാ സർബത്തും നാരങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ട് എടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഈ ചിക്കൻ മൊറാഗ് കറക്റ്റ് പേര് എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് നല്ലൊരു ഇടിയപ്പോ പത്തിരിയോ നെയ്പത്തലോ ഒക്കെ വേണം. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം, ഉണ്ടാക്കാനും പ്രയാസം ഇപ്പൊ ഇല്ലാത്തൊരു സംഭവം ഇടിയപ്പം തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കിച്ചൺ ട്രഷറിൻ്റെ ആണ്. എടുക്കുമ്പോൾ നല്ല പേരുണ്ടായിരുന്നു, കാരണം ഞാൻ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അജ്മിയുടെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ വെട്ടി തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് പാകത്തിനനുസരിച്ച് ഇളക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ലെവൽ വന്നിട്ടുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. പിന്നെ നമ്മുടെ പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ തടവി ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തിരിച്ചിറക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇപ്പം അത്യാവശ്യം ഈസി ഉള്ള ഒരു പലഹാരം കൂടിയാണ് ഈ ഒരു തിരിച്ചിറക്കുന്നത് മേടിച്ച പിന്നെ. അപ്പം അത് കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് അടച്ചിട്ട് വേണം സെറ്റാക്കാൻ. അടയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഇവിടെയൊക്കെ തട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കിട്ടൂല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം ഇടിയപ്പം അല്ലെ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ജിനിക്കെന്താ വട്ടായോ എന്നുള്ളത്. ജിനി നോമ്പായിട്ട് വട്ടായോ? ആയി. ജിനി എന്ത് ജ്യൂസാണ് ഉണ്ടാക്കിയത് എന്ന്. അത് നമ്മൾ ഡേറ്റ്സിന്റെ ഷെയ്ക്കാണ്. അത് ഫുള്ളായിട്ട് കണ്ടില്ലേ? ഫുള്ളായിട്ട് വാച്ച് ചെയ്യൂ, നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് വാച്ച് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇടിയപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഗ്യാസ് റോളിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുകയാണ്, കാരണം കഴിക്കാൻ വയ്ക്കൂല. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഇടിയപ്പം ഉണ്ടാക്കിയില്ലേ പത്തിരി ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഇക്കയും വന്നതല്ലേ, അപ്പോൾ വിചാരിച്ചു. പക്ഷെ ഇക്കാക്കാണ് ഒട്ടും കഴിക്കാൻ വയ്ക്കാത്ത. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആള് പാമ്പ് ഇര വിഴുങ്ങിയ പോലെ ഇരിക്കാനാണ് കേട്ടോ. എനിക്ക് തന്നെ പാവം തോന്നിട്ടോ. ഇനി ഞാൻ മാതിരി പണി ചെയ്യൂല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നാളെ, എന്നിട്ട് ഞാൻ തന്നെ പറയണേ നാളെ ഞാൻ മട്ടൻ സമൂസയായിട്ട് ഉണ്ടാക്കണേ പറഞ്ഞപ്പോൾ ആള് നന്നാവാൻ സമ്മതിക്കൂലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്രൂട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ, അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ആക്കുന്നത്. ഞാൻ കറക്റ്റ് സമയം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഇതുപോലത്തെ 2 ബൗളിലാണ് ഞാൻ ഇപ്പോൾ ഫ്രൂട്ട്സ് ആക്കാറ്. പണ്ട് ഞാൻ പ്ലേറ്റുകളിൽ ഇങ്ങനെ നിരത്തി വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാവുമ്പോൾ അടച്ചു വെക്കാൻ ഈസിയാണ്. നമ്മൾ ഈ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടേ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചെറിയ കോണീച്ചകൾ വന്നിരിക്കും. ഞാനിവിടെ ജന്തുക്കൾ എന്നൊക്കെ കേട്ടോ അതിന് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ സമൂസ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. സമൂസയുടെ ഫില്ലിങ് ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ.
ഇത് നോക്കണ്ട, ഇത് ഞാൻ നേരത്തെ ചുറ്റുന്നത് കാണിക്കുക കേട്ടോ ഇതിലോട്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ ഉണ്ടായപ്പോ വേറെ വീഡിയോ എടുത്തില്ല. എന്താല്ലേ ബുദ്ധി. അപ്പൊ വേഗം ഇതാ നമ്മുടെ സമൂസ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും സമൂസ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് എന്താ കട്ട്ലറ്റിനാക്കി. ഇന്ന് കുറച്ച് ലാവിഷ് ആവട്ടെ. ഇതിന്റെ ഇടയിൽ ഞാൻ ബർഗർ ഉണ്ടാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചു. ഉണ്ടാക്കാത്തത് എൻ്റെ ഭാഗ്യമാണ് കേട്ടോ ശരിക്കും. പിന്നെ ജിന് വൈകുന്നേരം ആവുമ്പോഴേക്കും സംസാരം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ. നോമ്പ് തുറന്നിട്ടാ സംസാരിക്കുന്നത്, അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇടക്കിടക്ക്. പിന്നെ ബാലൻസ് തെറ്റുന്നുണ്ടോ, തല തിരിഞ്ഞതാണ് എന്നോട്. നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്? ഒന്നും പറയണ്ട മുത്തേ, വെയിറ്റ് നല്ലോണം കൂടി. അപ്പോൾ ഇടിയപ്പം പത്തിരി ഇതൊന്നും ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പിന്നെ വെയിറ്റിന്റെ കാര്യം ഞാൻ എന്താ പറയാ, ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടി. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാനുണ്ടായിരുന്നില്ല. നന്നായിട്ട് മധുരം കഴിക്കുമായിരുന്നു, എല്ലാം കഴിക്കുമായിരുന്നു. 76 കിലോ വരെ അങ്ങോട്ട് കൂടി ഞാൻ. അവസാനം എന്തായി, ജിമ്മിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വന്ന് ഇവിടെ വന്ന് നന്നായി ഫുഡ് കഴിക്കുക. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആവുക കേട്ടോ. നമുക്ക് ഈ ഹോർമോണിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഷടപടാന്ന് പറഞ്ഞങ്ങ് തടിക്കും. അത് നമ്മുടെ ഒരു എന്താ പറയാ, ലക്കില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാ. എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അങ്ങനെ പോകും. അപ്പൊ 76 കിലോ വരെ ഞാൻ കൂടി. ഇനി ഞാൻ അത് കുറച്ചെടുക്കാൻ പോവാണ്. 70 താഴെയാണ് എനിക്ക് പറ്റിയ, എൻ്റെ ബോഡിക്കും എൻ്റെ മനസ്സിനും എനിക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾക്കൊക്കെ പറ്റിയ ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അത് 70 താഴെയാണ്. അതിലോട്ടൊന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എണ്ണ പലഹാരം കഴിച്ചിട്ട് എത്തിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എത്തിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കഴിച്ചാൽ എത്തൂല. ഒരെണ്ണമൊക്കെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ, നമ്മുടെ ഒരു സമാധാനത്തിന്. നാളെ മുതൽ ഒന്നേ കഴിക്കുള്ളൂ. ഇത്രയും ദിവസം 2 കഴിച്ചു, പക്ഷെ ഇനി നാളെ മുതൽ ഒന്നേ കഴിക്കുള്ളൂ. അങ്ങനെ കഞ്ഞിയൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് സെർവ് ചെയ്തെടുക്കണം കേട്ടോ ഓരോന്ന്. എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന്, പിന്നെ ഇക്കന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉപ്പാനെ എന്തേ കുറെ ആയി നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട്, അതാ ചോദിച്ചത്. ഉപ്പ ഇപ്പൊ കുറച്ച് നോമ്പ് തുടങ്ങി പിന്നെ ഞാൻ ആരുടെയും ഫേസ് ഒന്നും കാണിക്കാണ്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഉപ്പ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപ്പ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ബിസി ആയിരിക്കും. അത് കാരണമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഈ ഒരു ഷേക്ക് ഇക്കാക്ക് എടുത്ത് വെക്കാണ്ടിരുന്ന മോശല്ലേ, ഇതിന്റെ റെസിപ്പി അല്ലേ എന്നോട് ചോദിച്ചത്. ഞാനത് ഇനി ഇതിൽ കാണിക്കണോ? വേണ്ടല്ലോ, ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഡേറ്റ്സും ജ്യൂസും ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ ഷേക്ക് റെസിപ്പി പറയോ? നാളെ പറയാം മുത്തേ. പിന്നെ നിങ്ങളുടെ നാട്ടിലെ പള്ളിയില് ജീരക കഞ്ഞി എന്നത്ര പറയാ. ഇടയ്ക്ക് വെക്കുമ്പോൾ തെറ്റിപ്പോയാൽ കുഴപ്പമില്ല, ഇടയ്ക്ക് വാക്കുകൾ തെറ്റിപ്പോയാൽ കുഴപ്പമില്ല. അതെന്നെ തെറ്റിക്കുന്നു അല്ലെ. ജിനി വൈകുന്നേരം ആകുമ്പോഴേക്കും സംസാരമൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഒരാവശ്യം വായിച്ചതാണ്, മൊത്തത്തിൽ കിളി പോയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ പിന്നെ ഇതാ വോയിസ് ഓവർ കൊടുക്കുമ്പോ നല്ല പോലെ വയർത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുഹബത്ത് കാ സർബത്തൊക്കെ വിളമ്പിയിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് എല്ലാം അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകണം. പിന്നെ കഞ്ഞിയും കൂടെ സെർവ് ചെയ്തെടുത്തു. തണുത്ത വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പല പല കാര്യങ്ങളും ഇതാ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? നമ്മുടെ കഹാനിയിൽ ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യാൻ പോകാൻ സമയം കിട്ടാനിട്ടാണ്. എന്തായാലും ഞാൻ ഇതിന് മുമ്പായിട്ട് ചെയ്യണമെന്നുണ്ട് ഒരു വ്ളോഗ് കിട്ടോ, നമ്മുടെ ഈദിന്റെ കളക്ഷനൊക്കെ കാണിച്ചിട്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മെറ്റീരിയൽ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കാണിക്കാം കേട്ടോ. വന്നിട്ടുണ്ട് നമ്മുടെ കുറെ വെസ്റ്റേൺ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും ഹെവി പാർട്ടി വെയർ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അപ്പോ എന്റെ നമ്പർ ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് ഫ്രൂട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഫ്രൂട്ട്സിന് തന്നെ അറിയുമായിരിക്കും ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തുമല്ലോ എന്നുള്ളത്. കാരണം 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേന് എല്ലാം അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകും. പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നൂല.
പലരുടെയും വിചാരം എന്താണെന്നറിയോ, ഇവര് നോമ്പ് തുറന്നാൽ പിന്നെ ഫുള്ളും അങ്ങോട്ട് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന്. നമുക്ക് കഴിയൂല കേട്ടോ. കഴിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നമുക്ക് കഴിയൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ എത്ര എത്ര ടൈം കഴിക്കും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അങ്ങനെ ഞാനും ഇക്കയും ഉമ്മയും കൂടെ ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. മക്കള് പള്ളിയിൽ പോയിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞു പിള്ളേരോട്, ഇന്ന് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തുറക്കാന്നൊക്കെ. പക്ഷെ ഞാൻ പറയുമ്പോ അവർക്ക് അന്ന് പോണം. ഇനിയിപ്പോ ഞാൻ പള്ളിയിൽ എന്ന് നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവര് പോണില്ല എന്ന് പറയും. അപ്പൊ അവര് പോണ്ട ദിവസങ്ങളിൽ പോണം എന്നും പറയാ, പോണ്ടാത്ത ദിവസങ്ങളിൽ പൊയ്ക്കോ എന്നും പറയാ അല്ലെ. അതാവുമ്പോ സൂപ്പർ അല്ലേ. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഇതാ നമ്മള് അയാൻകുട്ടി ഓരോന്ന് കഴിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാണ്. നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ കാണണോ നിങ്ങൾക്ക്? എന്തൊരു മൊഞ്ചാലേ കാണാന്. ശരിക്കും ഭയങ്കര റിച്ചാട്ടോ. അപ്പോ നോമ്പ് തുറ കഴിഞ്ഞാൽ ഇതാ പാത്രങ്ങൾ എത്ര ഉണ്ടാവില്ലേ, അതൊക്കെ കഴുകി ഇങ്ങനെ ഇവിടെ വെച്ചേക്കുവാണ്. ഇനി ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. ഞാൻ പിന്നെ ഇങ്ങനെ കൂട്ടി വെക്കൂല കേട്ടോ. പാത്രം വേഗം കഴുകി അങ്ങോട്ട് വെക്കും. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുക്കളയിൽ പോകുമ്പോൾ ശരിയാവത്തേ ഇല്ല കേട്ടോ. ഈ കറി കണ്ടപ്പോണ്ടല്ലോ മക്കൾക്ക് അപ്പൊ പൊറോട്ട വേണം. അപ്പൊ എന്തായി, അവര് ഇതാ പൊറോട്ട വേണം പറഞ്ഞിട്ട് നമ്മളൊരു 4 പൊറോട്ട ഓർഡർ ചെയ്തു. അവർ രണ്ടുപേരും മാത്രമേ കഴിച്ചുള്ളൂ ഓരോന്നിട്ടോ. ബാക്കി 2 അവിടെ തന്നെ ഉണ്ട്. ഞാനും ഉമ്മയും ഒന്നും തൊട്ടില്ല കേട്ടോ. നമുക്ക് ഈ നോമ്പ് സമയത്തേ ഇത് കഴിക്കാന്ന് പറഞ്ഞാ പിന്നെയും കണ്ടപ്പോ ഒരു പിച്ചെടുത്ത് വായിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ പിച്ചോടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടയിൽ ഇതാ ഇതുപോലെ കറി ഒഴിച്ച് ഇങ്ങനെ കുതിർത്തിയിട്ട് ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് ചപ്പാത്തിക്കൊക്കെ ടേസ്റ്റാണ് ഈ ഒരു കറി. അങ്ങനെ ഇടിയപ്പത്തിൽക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പത്തിൽക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത്. ഇത് റിഹാനിക്കാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്തെടുക്കുന്നത്. മറ്റേത് അയാൻകുട്ടിയും കഴിച്ചു. അങ്ങനെ നമ്മളിതാ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. ഇപ്പുറത്ത് ഉമ്മയും ഇക്കിരുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്നും പറഞ്ഞ് കഴിക്കുന്നുണ്ട്. അവർക്ക് വയ്യ കഴിക്കാൻ, ആർക്കും കഴിക്കാൻ വയ്യ, അതാണ് അവസ്ഥ. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ചായയും കുടിക്കാവട്ടെ. ചായയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ അവിടുന്ന് നോമ്പൊക്കെ തുറക്കുന്ന ഒരു ഫീലാട്ടോ. അവിടെയൊക്കെ കടിന്റെ കൂടെ തന്നെയല്ലേ ചായയും കുടിക്കുക. നമ്മള് അങ്ങനെയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഈ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ചായയും ഒരുമിച്ച് തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പപ്പാക്ക് എന്തായാലും ബൈക്ക് മേടിക്കേണ്ട പൈസ ലാഭാണ്.